SIT സമ്മർദ്ദത്തിലാക്കി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ വൻതോക്കുകളെ കണ്ടെത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവ് നൽകി. ഇതുവരെ പ്രതിസ്ഥാനത്തില്ലാത്ത വമ്പന്മാർ കൊള്ളയ്ക്ക് പിന്നിൽ ഉണ്ടെന്നാണ് കോടതിയുടെ നിലപാട്. ശബരിമലയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുപ്പക്കാരെ കണ്ടെത്തണമെന്ന കോടതി ഉത്തരവും SITക്ക് പാലിക്കേണ്ടി വരും. പോറ്റിക്ക് സ്വർണ്ണപ്പാളി കൊടുത്തുവിടാൻ ബോർഡ് യോഗം തീരുമാനിച്ചിരുന്നില്ല. ബോർഡ് തീരുമാനിച്ചതിന് വിരുദ്ധമായി ഉത്തരവിറക്കിയത് ജയശ്രീ എന്നും കോടതി പറയുകയാണ്. ഒപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ED അപേക്ഷ വിജിലൻസ് കോടതി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. കേസിൽ രജിസ്റ്റർ ചെയ്ത FIRന്റെ പകർപ്പും മൊഴികളും കൈമാറണമെന്നാവശ്യപ്പെട്ടാണ് ED അപേക്ഷ സമർപ്പിച്ചത്. ഡിസംബർ 10-ന് EDയുടെ അപേക്ഷ പരിഗണിക്കും. ED അപേക്ഷ സംസ്ഥാന സർക്കാർ അതേസമയം എതിർത്തിരിക്കുന്നു. തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ റിമാൻഡ് കാലാവധി നീട്ടിയിട്ടുണ്ട്. 14 ദിവസത്തേക്കാണ് വീണ്ടും റിമാൻഡ് ചെയ്തത്. KS ബൈജുവിന്റെ ജാമ്യാപേക്ഷ കോടതി മുൻപ് തള്ളിയിരുന്നു. അപ്പം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാടുണ്ടെന്ന് ED പറയുകയാണ്. കൃത്യമായ കുറ്റകൃത്യം ശബരിമല കേസിൽ നടന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ മറ്റുദ്യോഗസ്ഥരാണ് കൊള്ള നടത്തിയതെന്നും ED പറയുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊപ്പം അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഒപ്പം തന്നെ ബിനിൽ കൂടി ചേരുകയാണ്. ബിനിലേക്ക് എത്തുന്നതിന് ഭരതൻ, ഈ വൻ തോക്കുകൾ സംബന്ധിച്ച് ശബരിമലയിലെ വൻ തോക്കുകൾ ആരാണ് എന്ന ആകാംക്ഷയാണ് എല്ലാവരെയും സംബന്ധിച്ചോളം ഉള്ളത്. അതിലേറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇന്നലെ കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് നിലവിൽ പ്രതി ചേർക്കപ്പെട്ടവർ അല്ലാതെ അതിന് മുകളിലേക്ക് ആളുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ നിലവിൽ പ്രതി ചേർക്കപ്പെട്ടവർ ആരൊക്കെയാണ്? അതിൽ ഏറ്റവും ഉയർന്ന വമ്പൻ, ഏറ്റവും മുഴുത്ത സ്രാവ് എന്ന് പറയുന്നത്, തോക്കെന്ന് പറയുന്നത് അത് പത്മകുമാറാണ്. പത്മകുമാർ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുക്കും മേലെ എന്ന് കോടതി പറയുന്നുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കേണ്ടി വരും? അതുക്കും മേലെ ഉണ്ടെന്ന് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. കാരണം 2 to 4-ൽ പ്രതീക്ഷയും നമ്മളൊക്കെ നിന്ന് ശബരിമല അന്വേഷണവുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ, അന്വേഷണ പുരോഗതിയുടെ വിലയിരുത്തലുകൾ, നമുക്ക് ലഭിച്ച സൂചനകൾ വിശകലനം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ഈ അന്വേഷണം ഇവിടെ നിൽക്കില്ല എന്നുള്ള കാര്യം. ആ അന്വേഷണം അതിൻ്റെ ഒരു പ്രത്യേക ദിശയിലേക്ക് സഞ്ചരിക്കുകയും അത് നമ്മൾ ഉദ്ദേശിക്കാത്ത, ഒരു പക്ഷേ നമ്മൾക്ക് ഞെട്ടലുണ്ടാക്കുന്ന ഒരു മേഖലയിലേക്ക് പോകും എന്നൊക്കെ നമ്മൾ വിശകലനം ചെയ്തിരുന്നു. ആ റൂട്ടിൽ തന്നെയാണ്. കാരണം നമുക്ക് കിട്ടിയ വിവരങ്ങളൊക്കെ കൃത്യമായിരുന്നു. മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട വിവരങ്ങളൊക്കെ കൃത്യമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ കോടതിയുടെ ഉത്തരവിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. നോക്കൂ, നേരത്തെ കോടതി അന്വേഷണ പുരോഗതി റിപ്പോർട്ടൊക്കെ നേരത്തെ പരിഗണിക്കുമ്പോൾ അത് രഹസ്യമാക്കി നൽകുന്നതാണ്. എന്നാൽ പോലും ഒരു ഉത്തരവ് വിശദമായി ഇറക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ ഒട്ടും വിവരങ്ങൾ ചോരാത്ത രീതിയിൽ ഒരു വ്യാഖ്യാനത്തിനും അത് ആരിലേക്ക് എന്നുള്ള ദിശാസൂചിക ഇല്ലാത്ത മട്ടിൽ തന്നെയാണ്, അത്ര ക്ലോസ്ഡ് ആയിട്ട് എന്ന പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വൻ തോക്കുകളിലേക്കാണ് അന്വേഷണം നീങ്ങുന്നതെന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ്. പക്ഷെ ആ തോക്കുകൾ ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് നമുക്കൊരിക്കലും അത് കണ്ടെത്തേണ്ടത് SIT ആണ്. പക്ഷേ ഇപ്പോൾ എന്താണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന കാര്യം ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്ത്രിയുടെ പേരുകൾ പറഞ്ഞു കേട്ടു. തന്ത്രിയെ വിളിപ്പിക്കുന്നു, മൊഴിയെടുക്കുന്നു. പിന്നീട് പ്രതിപക്ഷത്തിൻ്റെ ആരോപണമാണ് പറയുന്നത്. പ്രതിപക്ഷം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് മുൻ മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ ഒരു കാര്യങ്ങളും നടക്കില്ല എന്ന് കഴിഞ്ഞ ദിവസവും പ്രതിപക്ഷം പറയുകയാണ്. അപ്പോൾ ഈ പ്രതിപക്ഷം പറയുന്ന ആരോപണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവരിലേക്കൊക്കെ ഇത്തരം ആരോപണങ്ങളിലേക്കൊക്കെ അന്വേഷണം പോകേണ്ടി വരുമോ? തീർച്ചയായിട്ടും. കാരണം എനിക്ക് തോന്നുന്നത് നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ തന്ത്രി കുടുംബത്തിലെ പ്രധാനപ്പെട്ട തന്ത്രി സ്ഥാനം വഹിക്കുന്ന 2 പേരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. അത് അവർ 2 പേരും പ്രതിപട്ടികയിൽ ഇല്ലാത്തവരാണ്. കണ്ഠരര് രാജീവരും കണ്ഠരര് മോഹനരും. അപ്പോൾ അതിനൊപ്പം തന്നെ മഹേഷ് മോഹനരുടെ മൊഴിയും എടുത്തിട്ടുണ്ട്. ഇവരൊന്നും പ്രതിപട്ടികയിലില്ല. പക്ഷേ തന്ത്രി കുടുംബത്തിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നു. അവരിൽ നിന്ന് ചില വിവരങ്ങൾ SITക്ക് നിർബന്ധമായും എടുക്കേണ്ടി വന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മുൻമന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനിൽ നിന്നും ചില വിവരങ്ങൾ തേടാനുള്ള സാധ്യതയുണ്ട്. കാരണം കടകംപള്ളിയുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെയുള്ള പരാമർശങ്ങളുള്ള മൊഴികൾ പത്മകുമാറിൽ നിന്നൊക്കെ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവർക്കൊക്കെ ആണോ ഈ സ്വർണ്ണക്കൊള്ളയുമായിട്ടൊരു പങ്ക് എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാൻ കഴിയില്ല. പക്ഷേ അവരിലൂടെ അന്വേഷണം പോകുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്.